കുറേ നാളായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ റീഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമുക്കറിയാം പ്രൈസ് ഒരു ബുള്ളിഷ് സെനാരിയോ കാണിക്കുന്ന ഒരു ഹയർ ലോ ആൻഡ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അതായത് നല്ലൊരു ഇമ്പൾസീവ് മൂവ് തന്നു, ദെൻ ഒരു ഡിസ്കൗണ്ട്, ഇമ്പൾസീവ് മൂവ്, ഡിസ്കൗണ്ട്, ഇമ്പൾസീവ് മൂവ്, ഈ ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിനെ റീഡ് ചെയ്യരുത്. എങ്ങനെയാണ് ഈ ഒരു ഹയർ ഹൈയും അതുപോലെ ലോവർ ലോയും ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കേണ്ടത്. ഞാൻ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ആൻഡ് ഇവിടെ എങ്ങനെയാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തേക്കണമെന്ന് നോക്കിയേ. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഈ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ തൊട്ട് മുകളിൽ പ്രൈസ് എത്തി. അതിനുശേഷം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നു. ദെൻ നമ്മുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ തൊട്ട് മുകളിലെത്തി, പിന്നെ നല്ലൊരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വന്നു. അതായത് പ്രൈസ് മൂവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നേരത്തെ ക്രിയേറ്റ് ചെയ്ത നല്ലൊരു ഇമ്പൾസീവ് മൂവ്, ഡിസ്കൗണ്ട് ആ ഒരു രീതിയിലല്ല. പ്രൈസ് ഇവിടെ ഈ ഹൈയുടെ തൊട്ട് മുകളിൽ എത്തുമ്പോൾ തന്നെ ഡിസ്കൗണ്ടിലോട്ട് പോവാ. സോ ഇവിടെ നമ്മളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇവിടെ നമ്മളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നേരെ ഹിറ്റ് ആവും. ഇവിടെ നോക്കിയേ, ഹൈയുടെ തൊട്ട് മുകളിലെത്തി, ദെൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി. സോ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് ഒരു 50% പ്രൈസ് എത്തുമ്പോഴാണ് നമ്മളിവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഇവിടെ നിന്നാണ് നല്ല രീതിയിൽ നമുക്ക് ഇമ്പൾസീവ് മൂവ് തന്നേക്കണേ. സോ എങ്ങനെയാണ് മാർക്കറ്റിൽ ലോവർ ലോയും ഹയർ ഹൈയും ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കി വേണം നമ്മുടെ ട്രേഡിനെ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ടിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തരേ.